നമ്മൾ gaseous സ്റ്റേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഗ്യാസ് ആണ് ഉള്ളത്. ഒന്ന് ഐഡിയൽ ഗ്യാസും അതേപോലെ തന്നെ റിയൽ ഗ്യാസും. ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ ഒബേ ചെയ്താൽ പോരാ, അറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് അല്ലെങ്കിൽ ഓൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അവിടെ ഒബേ ചെയ്യുന്ന ആളുകളാണ് എന്ത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാസ് ലോസ് ഒബേ ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒട്ടുമിക്ക ഗ്യാസുകളും എന്താണ്, റിയൽ ഗ്യാസസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. സോ റിയൽ ഗ്യാസില് അതിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ നമ്മൾ ബോയിൽസ് ലോ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പി വി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ബോയിൽസ് ലോന്റെ ഗ്രാഫ് എന്താ വരിക, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും, ബിക്കോസ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് എന്ത് ബോയിൽസ് ലോ വരുന്നത് അല്ലേ. ഇനി നമ്മൾ ഇത് റിയൽ ഗ്യാസസിന്റെ കേസിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താ, റിയൽ ഗ്യാസസ് ഈ ഒരു ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഹീലിയത്തിൻ്റെത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്നു, ദെൻ ഹൈഡ്രജൻ, COCH2 കാര്യങ്ങൾ. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കുക, ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസസ് ഒരു ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ദെൻ ഈ ഡീവിയേഷൻ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈഡ്രജനും ഹീലിയവും കാണിക്കുന്ന പോലത്തെ ഡീവിയേഷൻ ആണോ കാർബൺ മോണോക്സൈഡ് കാണിക്കുന്നത്? അല്ല. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ദെൻ സിഒയും CH2 എന്ത് കാണിക്കുന്നു, ഒരു ഡിപ്പ് കാണിക്കുന്നുണ്ട് ആദ്യം, എന്നിട്ടാണ് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നത്. സോ ഇവരെ നമ്മൾ ഹൈഡ്രജനെയും ഹീലിയത്തിനെയും നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ദെൻ COCH2 ഒക്കെ എന്താ കാണിക്കുന്നത്, നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഓക്കെ, സോ ഇങ്ങനെ ഓർത്താ മതി. ഈ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ലൈൻ, ഈ ലൈനിന്റെ താഴെ കാണിക്കുന്ന ആളുകളൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഇതിന്റെ മുകളിലുള്ള ആളുകളൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഡീവിയേഷൻസ് ആണുള്ളത്, പോസിറ്റീവും നെഗറ്റീവും. ഇനി നമുക്കിത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ Z വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കംപ്രസിബിലിറ്റി ഫാക്ടർ Z. നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് PV ഈസ് ഈക്വൽ ടു RT അല്ലേ. ഇത് ഫോർ ഐഡിയൽ ഗ്യാസ്. സോ ഞാൻ എന്ത് ചെയ്തു, Z എന്നുള്ള ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ PV/RT. ഓക്കെ, സോ സെഡിന്റെ വാല്യൂ എന്തായിരിക്കണം, ഐഡിയൽ ഗ്യാസിന് 1 ആയിരിക്കണം ഫോർ ഐഡിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിന് എന്താവാം, ഗ്രേറ്റർ ദാൻ 1 ആവാം ഓർ ലെസ് ദാൻ 1 ആവാം. സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ സെഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ. സോ രണ്ട് ടൈപ്പ് ഡീവിയേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷനും. ദെൻ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള കമ്പാരിസൺ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ലോ പ്രഷറിലും അല്ലേ. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ.
ഈ ഒരു കണ്ടീഷനിൽ റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡിയൽ ആയിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ അതേപോലെ തന്നെ ലോ പ്രഷർ. സോ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം 200 കെൽവിൻ എടുത്തു. ദെൻ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാഫ് എന്തായിട്ടാ മാറുന്നത്? അതിന്റെ നെഗറ്റീവ് ഡീവിയേഷൻ കുറയുന്നു. ആൻഡ് അത് മോർ ലൈക്ക് ഐഡിയൽ ബിഹേവിയർ അല്ലേ കാണിക്കുന്നത്? ഈ ഒരു ലൈൻ, ഈ മിഡിൽ ലൈൻ ആണ് ഐഡിയൽ ബിഹേവിയർ. സോ 200 കെൽവിനിൽ എന്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ദെൻ 1000 കെൽവിനിൽ എത്തുമ്പോഴേക്കും അതെന്തായി? ഐഡിയൽ ബിഹേവിയറിനോട് ഏകദേശം സാമ്യം കാണിക്കുന്നുണ്ട്. സോ എനിക്ക് എന്ത് പറയാം? 1000 കെൽവിനേക്കാളും ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്ത്? ഈ ഒരു ലൈന് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ വേറൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീലിയം, ഹൈഡ്രജൻ ഇതൊക്കെ. സോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് എനിക്ക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് നൈട്രജൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് ലിക്വിഡ് നൈട്രജൻ എന്ന് വെച്ചാൽ എന്താ? നൈട്രജൻ ഗ്യാസിനെ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ദെൻ അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ എന്താണ്? ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ എന്താണ്? ഈസിലി ലിക്വിഫയബിൾ ആണ്. ആ ഒരു പോയിന്റും നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് ആണ് ബോയിൽ ടെമ്പറേച്ചർ. ബോയിൽ ടെമ്പറേച്ചർ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, ബോയിൽസ് ലോ ഫോളോ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ദെൻ ബോയിൽസ് ലോ ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ഗ്യാസ് ഏത് ടെമ്പറേച്ചറിലാണോ ബോയിൽസ് ലോ ഫോളോ ചെയ്യുന്നത് അതിനെ നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയും. ദെൻ ചിലത് എന്തായിരിക്കും? ഹയർ ആയിരിക്കും, ചിലത് ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, സോ ടി ഗ്രേറ്റർ ദാൻ ബോയിൽ ടെമ്പറേച്ചർ, അതുപോലെ ടി ലെസ് ദാൻ ബോയിൽ ടെമ്പറേച്ചർ. സോ boil temperature of a gas is the temperature at which it obeys Boyle's law over an appreciable pressure range. അതിനെയാണ് നമ്മൾ പറയുന്നത് ബോയിൽ ടെമ്പറേച്ചർ എന്ന്. ഓക്കെ, ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, ചില ഗ്യാസസിന്റെ ബോയിൽ ടെമ്പറേച്ചർ ആണ്. നൈട്രജന്റെ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ -165 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹീലിയം എന്ന് പറയുന്നത് എത്രയാ? -240 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വാല്യൂ എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൈട്രജൻ എന്താണ്? ഈസിലി കംപ്രസിബിൾ ആണ്. ഓക്കെ, സോ ഈസിലി കംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസസിന്റെ ബോയിൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഹയർ ആയിരിക്കും. ദെൻ ബോയിൽ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ ആളുകൾ, ഇപ്പൊ -165ഉം -240 ഒക്കെയാണ് നമുക്ക് ബോയിൽ ടെമ്പറേച്ചർ കിട്ടുന്നതെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ? റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഒരു ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി എന്തുകൊണ്ട് കാണിക്കുന്നു, ഇതിന്റെ റീസൺ എന്താണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ റീസൺ വരുന്നത് നമ്മൾ ഐഡിയൽ ബിഹേവിയർ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്ന സമയത്ത് നമ്മൾ ചില പോസ്റ്റുലേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില അസംഷൻസ് എടുത്തിട്ടുണ്ട്. സോ ആ അസംഷനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവിടെ എന്ത് കാണിക്കുന്നത്? ഡീവിയേഷൻസ്
കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ മോളിക്യൂൾസിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? പോയിന്റ് ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മോളിക്യൂൾസ് എന്തല്ല, പോയിന്റ് ഒബ്ജക്റ്റ് അല്ല, മറിച്ച് എന്താണ്, അതിനൊരു വോളിയം ഉണ്ട്. ഓക്കെ, ഓരോ മോളിക്യൂളിനും എന്തുണ്ട്, സ്വന്തമായിട്ടൊരു വോളിയം ഉണ്ട്. സോ ആ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് ഒരു മിസ്റ്റേക്ക്, ഒരു ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, സോ ഡീവിയേഷനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മോളിക്യൂൾസിനെ പോയിന്റ് ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണോ? അല്ല. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ കൂടെ അവിടെ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇവിടെ ഡീവിയേഷൻസ് കാണിക്കുന്നത്. ഓക്കെ, സോ ഡീവിയേഷൻസിനുള്ള രണ്ട് റീസൺ നമ്മൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. മറ്റേത് എന്ത് കൺസിഡർ ചെയ്തിട്ടില്ല, അവരുടെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഐഡിയൽ ഗ്യാസിന് വേണ്ടി മാത്രം ഒരു ഇക്വേഷൻ പോരല്ലോ. സോ നമ്മൾ റിയൽ ഗ്യാസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇക്വേഷൻ ആണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് P plus AN² by V² into V minus NB equal to RT. ഓക്കെ, ഇതില്ല AN² by V², ഈ ഒരു ടേമിനെ നമ്മൾ പറയുന്നതാണ് പ്രഷർ കറക്ഷൻ. പ്രഷർ കറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രഷർ, അതിൽ എന്തുണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ആ മിസ്റ്റേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കറക്ഷൻ ടേം കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് പ്രഷർ കറക്ഷൻ ടേം. ഇനി ഈ ഒരു ടേം NB, ഇതിനെയാണ് നമ്മൾ പറയുന്നത് വോളിയം കറക്ഷൻ. വോളിയം കറക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രഷർ കറക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം കറക്ഷനും കൂടെ ഉണ്ട്. ഇതില് A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും എങ്ങനെയാന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും അല്ലെങ്കിൽ പ്രഷർ കറക്ഷന്റെയും വോളിയം കറക്ഷന്റെയും യൂണിറ്റ്സ് കണ്ടുപിടിക്കാന്ന് ചോദിക്കാം. സോ പ്രഷർ കറക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് AN² by V². ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കണം, പ്രഷറിന്റെ യൂണിറ്റ് തന്നെ ആയിരിക്കണം. നമുക്ക് പ്രഷറിനോട് എപ്പോഴും പ്രഷർ അല്ലേ ആഡ് ചെയ്യാൻ പറ്റും. 5 ചക്കയും 3 മാങ്ങയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും? ഇല്ല. രണ്ട് സംഭവങ്ങളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ പ്രഷറിനോട് കറക്ഷൻ ടേം ആഡ് ചെയ്യുന്ന സമയത്ത് അതും പ്രഷർ തന്നെ ആയിരിക്കണം. അതേപോലെ വോളിയത്തിന്റെ കറക്ഷൻ ടേം എന്തായിരിക്കണം, വോളിയത്തിന്റെ യൂണിറ്റ്സ് ആയിരിക്കണം. സോ ഇവിടെ പ്രഷർ കറക്ഷൻ ടേമിന്റെ യൂണിറ്റ് പ്രഷറിന്റെ യൂണിറ്റ് തന്നെയായിരിക്കും. വോളിയം കറക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോളിയം യൂണിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് എയും ബിയും ചോദിക്കാം. യൂണിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ടു ദി പവർ 4 മോൾ ടു ദി പവർ -2. ഓക്കെ, അതേപോലെ യൂണിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് എയുടെയും ബിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്? ഏതൊക്കെയാ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്? എ ആൻഡ് ബി. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എ, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എ ആണെങ്കിൽ സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്താണ്, സ്ട്രോങ്ങർ ആണ്. അതുപോലെ ലാർജർ ദ വാല്യൂ ഓഫ് ബി, ലാർജർ ദ വാല്യൂ ഓഫ് ബി ആണെങ്കിൽ അവിടെ എന്താണ്, ലാർജർ വോളിയം ഓഫ് ഗ്യാസ്. ആ വോളിയത്തിന്റെ ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും, കൂടുതലായിരിക്കും.
ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലാർജർ സൈസ് ഓഫ് മോളിക്യൂൾസ് എന്നും പറയാം. ഓക്കെ, സോ രണ്ട് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് ആയുള്ള എയും ബിയും. എന്റെ വാല്യൂ കൂടുക എന്ന് വെച്ചാൽ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും, കാരണം ഇന്ററാക്ഷൻ കൂടുതലല്ലേ. ഇനി അതുപോലെ തന്നെ ബിന്റെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വോളിയം, ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസിന്റെയും വോളിയം എന്താണ്, കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻ, വാണ്ടർവാൾസ് ഇക്വേഷനും അതിന്റെ ഇംപ്ലിക്കേഷൻസും പഠിക്കാം. ഓക്കെ, താങ്ക് യു.